5 Mile. നമസ്കാരം. അയോധ്യയില് ശ്രീരാമക്ഷേത്ര പുനർനിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമി സമനിലയിലാക്കുന്നതിനുള്ള, നിരപ്പാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ആദ്യമായിട്ട് തുടങ്ങി വച്ചത്. മുമ്പ് താൽക്കാലിക രാമക്ഷേത്രം നിന്നിരുന്ന സ്ഥലമാണത്. 92 ഡിസംബറിൽ തർക്കമന്ദിരം തകർന്നതിന് ശേഷം അവിടെയാണ് താൽക്കാലിക ക്ഷേത്രം നിലകൊണ്ടിരുന്നത്. ആ താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്ന് രാമലാലായുടെ വിഗ്രഹം തൊട്ടടുത്ത് നിർമ്മിച്ച താൽക്കാലിക ശ്രീകോവിലിലേക്ക് കഴിഞ്ഞ മാർച്ച് 25-ന് മാറ്റിയിരുന്നു. താന്ത്രിക ആചാരങ്ങൾക്കനുസൃതമായിട്ട് തന്ത്രിമുഖ്യന്മാരുടെ സാന്നിധ്യത്തിലാണ് ആ ബാലാലയ പ്രതിഷ്ഠ നടന്നത്. ഇന്നിപ്പോൾ നിത്യപൂജയും മറ്റും നടക്കുന്നത് ആ താൽക്കാലിക ക്ഷേത്രത്തിലാണ്. അതിനുശേഷമാണ് ക്ഷേത്രം ഇരുന്നിരുന്ന ആ ഭൂപ്രദേശം 2.66 ഏക്കർ സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലം മണ്ണിട്ട് നികത്തി നിരപ്പാക്കുന്ന ജോലി, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉയരം കൂട്ടാനും മറ്റുമുള്ള ജോലി, അതൊക്കെ നടക്കുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി കൊറോണ സംബന്ധിച്ച എല്ലാ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അതൊക്കെ നടക്കുന്നത്. രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ചമ്പത് റായ്, അദ്ദേഹം ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുകയുണ്ടായി. पिछले 10 दिनों से श्री राम जन्मभूमि पर मलबे को हटाकर समतलीकरण का काम प्रारंभ किया है। ढांचे के मलबे में दबे हुए काले कसौटी पत्थर के 7 खंबे हमको प्राप्त हुए हैं। इसके अतिरिक्त भी अनेक पत्थर के, बलुआ पत्थर के नक्काशीदार अंग हमको मिले हैं और नीचे जाने पर एक शिवलिंग प्राप्त हुआ है जो लगभग 4 फीट 11 इंच लंबा है और जिसकी परिधि 42 इंच की है। ठीक ऐसा ही शिवलिंग कुबेर टीले पर भी लगा मिला है. പക്ഷേ ഇതിനേക്കാളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രവർത്തനം, ഭൂമി നിരപ്പാക്കുന്ന ജോലി നടക്കുന്നതിനിടയ്ക്ക് ആ മണ്ണിന്റെ അടിയിൽ നിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങൾ പലതും കണ്ടെത്തി. ഏതാണ്ട് 5 അടി ഉയരമുള്ള ഒരു ശിവലിംഗം കറുത്ത സ്റ്റോണിലും ചുവന്ന സ്റ്റോണിലും കല്ലും കൊണ്ട് ഉണ്ടാക്കിയ തൂണുകള്, കൊത്തുപണികളുള്ള അനവധി ഷെയ്ഡുകള്, ഇതൊക്കെ തന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് എന്നതാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാക്ഷാൽ ശ്രീരാമന്റെ ജന്മസ്ഥാനത്തെ ക്ഷേത്രം തകർത്തിട്ടാണ് ആ മുസ്ലിം പള്ളി പണിതത് എന്നുള്ള നമ്മളുടെയൊക്കെ നിലപാടിനെ സാധൂകരിക്കുന്നതാണ് ഇത്. യഥാർത്ഥത്തില് മലയാളിയായ ശ്രീ കെ മുഹമ്മദ്, അദ്ദേഹത്തിനെ പൂവിട്ട് പൂജിക്കണം ശ്രീരാമഭക്തന്മാര്. കോഴിക്കോട്ടുകാരനാണ് അദ്ദേഹം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി അയോധ്യയിലെത്തി ഈ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ കണ്ടതാണ്. തന്റെ ആത്മകഥയില് ശ്രീ കെ മുഹമ്മദ് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകള് സ്ഥിരീകരിക്കുന്നതാണ്
ഇപ്പോൾ ആ ക്ഷേത്ര ഭൂമിയിൽ നിന്ന്, മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുന്ന അവശിഷ്ടങ്ങൾ. യഥാർത്ഥത്തില് ഹിന്ദുവിന്റെ ക്ഷേത്രം വേണം, രാമ ജന്മസ്ഥാനത്തൊരു ക്ഷേത്രം വേണം എന്നുള്ള ആഗ്രഹത്തെ തച്ചുടച്ചത് ആരാണ്? അല്ലെങ്കിൽ ഇത്ര കാലം നീട്ടിക്കൊണ്ടുപോയത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. ICHR-ന്റെ ഒക്കെ തലപ്പത്ത് കയറിയിരുന്ന കോൺഗ്രസിന്റെ കൂടി ദല്ലാളന്മാരായ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് ഈ ചരിത്രത്തെ മുഴുവൻ വ്യഭിചരിച്ചത്, ഈ ചരിത്രത്തെ മുഴുവൻ അവഹേളിച്ചത്. KK മുഹമ്മദിനെ പോലുള്ളവർ കണ്ടെത്തിയ യാഥാർത്ഥ്യം കുഴിച്ചു മൂടാൻ റോമില താപ്പറിനെയും ഇർഫാൻ ഹബീബിനെയും പോലുള്ള ചരിത്രകാരന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭിക്ഷാന്തേഹികൾ അവർ കാട്ടിക്കൂട്ടിയ വിക്രിയകളാണ് നമ്മളിപ്പോ സ്മരിക്കേണ്ടത്. ഇവിടുത്തെ കോടാനുകോടി ഹൈന്ദുക്കളുടെ രാമഭക്തന്മാരുടെ അഭിനിവേശത്തെ, ആ ഭക്തിയെ തച്ചുടക്കാൻ തയ്യാറായ അവരെ എന്ത് ഭാഷയിലാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട്. സുപ്രീം കോടതി അയോധ്യ കേസിലെ വിധി പ്രസ്താവിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ട്രസ്റ്റ് രൂപീകരിച്ചതും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഏർപ്പാടുകൾ തുടങ്ങിയത്. അപ്പോഴും ഈ ഇർഫാൻ ഹബീബിനെ പോലുള്ള ചരിത്രകാരന്മാർ എന്ന് ടാഗുള്ള കുറെ ആൾക്കാർ അത് പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയത് നമ്മൾ കണ്ടില്ലേ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ബാബറിന്റെയും വിദേശ ആക്രമണങ്ങളുടെയും ദല്ലാളന്മാരെ പോലെയല്ലേ പെരുമാറുന്നത്, കമ്മ്യൂണിസ്റ്റുകാരനെ പോലെയല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലെയാണോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈശ്വര വിശ്വാസമല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ വലിയ രാജ്യദ്രോഹികളായിട്ട് ഇവർ പെരുമാറുകയല്ലേ ചെയ്തത്. അതാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത്. ഏതായാലും ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടക്കുന്നു. എന്തെല്ലാം വന്നാലും ശ്രീകോവിൽ നിർമ്മിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഭൂമി നിരപ്പാക്കി കഴിഞ്ഞാൽ IIT-യിലെ വിദഗ്ധന്മാർ വന്ന് മണ്ണ് പരിശോധന നടത്തും. അതിന്റെ കൂടി വെളിച്ചത്തിലാണ് ശ്രീകോവിലിന്റെ അടിത്തറ നിർമ്മിക്കുക. ഇപ്പൊ മണ്ണ് പരിശോധിച്ചാൽ എത്ര അടി ആഴത്തിൽ വേണം നിർമ്മാണം തുടങ്ങാൻ തുടങ്ങിയ കാര്യങ്ങൾ, എവിടെയാണ് മണ്ണിന് വിലക്കുറവുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബോധ്യമാവും. അതിനുശേഷമേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുള്ളൂ. നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയാൽ ഏറെ താമസിയാതെ ശ്രീകോവിലിന്റെ പണി തുടങ്ങാൻ കഴിയും എന്നതാണ് രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ഭാരവാഹികൾ നമ്മളെ അറിയിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് കുറെ പണച്ചെലവുണ്ട്, നമുക്കറിയാം. കോടാനുകോടി ഉറുപ്പിക വേണം. ഇന്നിപ്പോ അയോധ്യയിൽ എത്തുന്നവരൊക്കെ കൈയഴിച്ച് സംഭാവന ചെയ്യുന്നുണ്ട്. ഈ ട്രസ്റ്റിലേക്കുള്ള സംഭാവനകൾക്ക് ആദായ നികുതിയുടെ ആനുകൂല്യവും ലഭിക്കും, ഇളവും ലഭിക്കും. തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹം ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. കൊറോണയുടെ കാലഘട്ടമാണ്, പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും അതിനിടയിലും രാമനെക്കുറിച്ച്, അയോധ്യയെക്കുറിച്ച്, രാമക്ഷേത്ര പുനർനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ മുഴുവൻ കണ്ടുവെങ്കിൽ അത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.